ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര ദിവസമായി നമ്മൾ വന്നിട്ട്? ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, അതിന്റെ നന്ദി പ്രമേയത്തിന്റെ ചർച്ച, വൈറ്റ് പേപ്പറിന്റെ അവതരണം, ബജറ്റിന്റെ പ്രിപ്പറേഷൻ, നിരവധി ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കും. അതിനു മുൻപേ ഞങ്ങളെല്ലാ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ 2018 ഓർഡർ നിലനിൽക്കുകയാണ്. അപ്പൊ നിലനിൽക്കുക. അത് മാറ്റാൻ ഒരു ഗവൺമെന്റ് ഓർഡർ തന്നെ വേണം. സർക്കുലറാണ് ഇറക്കിയത് 2015-11-2018 ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ആ സർക്കുലർ നിൽക്കുന്നത്. സെക്രട്ടേറിയറ്റിനകത്ത്, സെക്രട്ടേറിയറ്റിന് പുറത്ത് എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ. അത് പരിശോധിച്ച് നമ്മളൊരു നടപടി സ്വീകരിക്കണം. അതിനു മുമ്പ് ഞങ്ങൾ മാധ്യമങ്ങളെ പുറത്താക്കി എന്ന് പറയുന്നത്, വാർത്ത കൊടുക്കുന്നത് ശരിയാണോ ഇല്ലെന്ന് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഗേറ്റ് ഫുൾ ടൈം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ഗേറ്റ് തുറന്നു. ആ ഗേറ്റിന്റെ മുമ്പിലേക്ക് ഒരു ജാഥയുമായിട്ട് വരുമ്പോ ആ ഗേറ്റ് അടക്കില്ലേ? ആ ഗേറ്റ് അടച്ചിട്ടില്ലേ പ്രതിരോധം തീർക്കുന്നത് അല്ലേ? അതവിടെ ഇങ്ങോട്ട് ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ സമരങ്ങൾ വരുമ്പോ ഗേറ്റ് അടയ്ക്കും. അല്ല അത് നോക്കാം, അത് പരിശോധിക്കും. ഗവൺമെന്റ് ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. ഗവൺമെന്റ് അത് തുറക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. എനിക്കറിയില്ല, ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തില്ല. അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോടൊന്നും സംസാരിച്ചില്ല. അദ്ദേഹത്തിന് കേരളത്തിലെ പൊളിറ്റിക്സ് അറിയാമല്ലോ, തീർച്ചയായിട്ടും. അതിന്റെ നടപടിക്രമങ്ങൾ നോക്കിയിട്ട്, അതിന്റെ കോടതിയുടെ പൊസിഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നമ്മൾ തീരുമാനമാണ് നമ്മളെടുത്ത്. നടന്ന കൂടിക്കാഴ്ച ആയുധമാക്കുകയാണ്. അപ്പോൾ അതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വീണ്ടും പറഞ്ഞു. മറുപടി പറയുന്നുണ്ടോ ആരോപണത്തിൽ? മറുപടി പറയുന്നില്ല. എന്ത് കാര്യത്തിന് മറുപടി പറയണത്? ഞാനിക്ക് അദാനിയായിട്ട് എന്താ ബന്ധം? ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഗോവിന്ദൻ മാഷ് പറയട്ടെന്ന്. പുള്ളിക്ക് എന്തെങ്കിലും പറയണ്ടേ? ആരെ സന്ദർശിച്ചെന്ന് പറ. ഞാനേ സന്ദർശിച്ച് ആളെ അദാനിയുടെ ഏജന്റാണ് ആളെ കണ്ട ആളുകളുടെ ഫോട്ടോ മുഴുവൻ ഞാൻ കാണിച്ചു തരട്ടെ. ആൾ ഈ കേരളത്തിൽ ബന്ധമുള്ള മക്കളെയൊക്കെ ഇവിടെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത്, അവരുടെ മക്കളെ കേരളത്തിൽ കല്യാണം കഴിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആൾ. ആര്യാടൻ സാറിന്റെ ബന്ധുവാണ്, അകന്ന ബന്ധുവാണ് അദ്ദേഹം. കോഴിക്കോടും കാസർഗോഡും ഒക്കെ കുടുംബ ബന്ധങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ കൂടെ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ എന്നോട് കണ്ട് സംസാരിച്ചു. ഇനിയിപ്പോൾ അദാനിയുടെ ആളെ ഞാനെതിരെ പോയത് ഇലക്ഷൻ കാലത്ത് അദാനിയുടെ എവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദാനിയായിട്ട് ഇവിടെ മന്ത്രിസഭ ഉണ്ടാക്കാനാ? എന്തുവായി പറയുന്നത്? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നടപടേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, നിങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങൾ തന്നെയല്ലേ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്? വരട്ടെ. എല്ലാം കൂടി ഒരു ഗവൺമെന്റ് ഒരു മാസത്തിനുള്ളിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കും? നിങ്ങൾ ആലോചിക്കുക. ഇത്രയും വേഗത്തിൽ തീരുമാനങ്ങൾ എടുത്തൊരു സർക്കാരില്ല. മനസ്സിലായില്ലേ? തീരുമാനങ്ങൾ എടുത്തൊരു സർക്കാരിൽ ഇത്രയും വേഗത്തിൽ. ഞാൻ ഇനി വേറെ കാര്യം ചോദിക്കുക. ഈ 2500 രൂപ അല്ല 2500 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് 5 കൊല്ലം മുമ്പ് പറഞ്ഞിട്ട് 4.25 കൊല്ലക്കാലം ഒറ്റ പൈസ കൂട്ടിക്കൊടുത്തില്ല. കൂട്ടിക്കൊടുത്തോ? കഴിഞ്ഞ ഗവൺമെന്റ് കൂട്ടിക്കൊടുത്തോ? എന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലയാഴ്ച ഒരു 400 രൂപ കൂട്ടിക്കൊടുത്തു. അതുപോലത്തെ കാര്യങ്ങൾക്കാണ് ചോദിക്കേണ്ടത്. അത് ഞാൻ മുൻ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ആരും ചോദിക്കണേ കേട്ടിട്ടില്ല. ചോദിക്കണ്ടേ?